നിൽക്ക് ഗോകുൽ, ഞാൻ പോട്ടെ. ഞാൻ പറയാം. പ്ലീസ് കൂളാവാ, ഒന്നിരിക്കെ. അവിടെ ഇരിക്കെ. ആ മരുന്ന് ഞാനല്ലേ പറയുന്നത്, സമാധാനപ്പെട്, ഒന്നുമില്ല, നമുക്ക് നോക്കാം. സമൃദ്ധ, മനസ്സ് കൈവിട്ട ശരീരം മാത്രം ചികിത്സയ്ക്ക് വഴങ്ങില്ല. ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വൃഥാവിലാവും. അതുകൊണ്ട് പറയുന്ന കേക്കൂ. ആദ്യം മനസ്സ് ശാന്തമാക്ക്. ഇതാ ദേ, ഇത് കുടിക്കേ. താനിത് കുടിക്കേ. അപ്പോഴേക്കും ഞാൻ മോളെ വിളിക്കാം. ഗോകുൽ, എന്താടോ, മോക്കൊന്നുമില്ലടോ. തനിക്കെന്നെ വിശ്വാസമല്ലേ? താനിത് കുടിക്കേ. അതും കൊടുത്തരെ. കുടിക്കേ. കുടിക്കേ. ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മരുന്നിന്റെ ശക്തിയും രോഗിയുടെ വിശ്വാസമാണ് പ്രധാനം. അത് തകർന്ന ചികിത്സ തകരും. എടോ, മോക്കൊന്നും പറ്റിയിട്ടില്ല. ദേ, സംശയമുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. എന്നിട്ട് തന്നെ കൊണ്ട് സംസാരിപ്പിക്കാം. ഇനി അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാത്രി തന്നെ മോളെ വിളിച്ചോണ്ട് വരാം. പോരെ? എന്താ, ഉറക്കം വരുന്നുണ്ടോ? കണ്ണുകൾ അടഞ്ഞു പോകുന്ന പോലെ. താൻ കിടന്നു, മോളെ ഞാൻ വിളിച്ചോളാം. ധൈര്യമായിട്ടിരിക്കേ, ഞാനല്ലേ പറയുന്നേ. മയങ്ങാനുള്ള മരുന്ന് കൊടുത്തേ. ഇനി പേടിക്കാനൊന്നുമില്ല, സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. വരൂ. ഗോകുൽ, ഗോകുലിന്റെ മനസ്സിലെ ടെൻഷൻ എനിക്കറിയാം. എന്റെ ടെൻഷനല്ല പ്രശ്നം. മോളെ കാണാത്തതുകൊണ്ട് സമൃദ്ധ ആകെ വിഷമത്തില്ല. അവര് തമ്മിലുള്ള അടുപ്പവും സ്നേഹമൊക്കെ അവന്തിക്കറിയാവില്ല. അറിയാം, പക്ഷേ ഗോകുലിനെ പോലെ ഞാനും ഇപ്പൊ ആകെ ടെൻഷനില്ല. അതിനേക്കാൾ ടെൻഷനില്ല ഗോകുലിന്റെ അമ്മ. ഈ അവസ്ഥയിലായതുകൊണ്ട് അമ്മ സങ്കടം ഗോകുലിനോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്താ അമ്മ പറഞ്ഞു? എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കളുടെ ജീവിതം തന്നെ ഏറ്റവും വലുത്. അതിനുവേണ്ടി അവരെന്തും ത്യജിക്കും, എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യും. ഓർമ്മ തിരിച്ചു കിട്ടിയ സമൃദ്ധയ്ക്ക് ഗൗരിമോളോടുള്ള സ്നേഹം ഇപ്പോഴത്തെ പോലെ തന്നെ ഉണ്ടാവോ? അതുമാത്രമല്ല, ഗോകുലിന്റെ ഇപ്പോഴത്തെ സോഷ്യൽ സ്റ്റേറ്റസ്, അതിനെക്കുറിച്ച് അമ്മയ്ക്കും ശിശിരയ്ക്കും ഒരു വലിയ പേടിയുണ്ട്. ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിയുമ്പോ എന്തായാലും സമൃദ്ധ പഴയ ബന്ധുക്കളെ അന്വേഷിച്ച് പോവാതിരിക്കില്ലല്ലോ. ആ സമയത്ത് അവര് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ചിലപ്പോ അത് വലിയ വാർത്തയാവും. അങ്ങനെ വന്നാ അത് ഗോകുലിന് വലിയ നാണക്കേടാവില്ലെന്ന് അമ്മ പേടിക്കുന്നേ. അതൊക്കെ ശരിയാ. എന്ന് കരുതി സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണ്ട എന്നെനിക്ക് വിചാരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഗോകുൽ എന്നോട് ക്ഷമിക്കണം. എന്നാലും അമ്മയുടെ വിഷമം കണ്ട് ഞാൻ ചോദിച്ചു പോവാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ സമൃദ്ധ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ഗൗരിമോളുടെ സന്തോഷം എന്ന് നിലനിൽക്കാനും ഗോകുലിന്റെ കുടുംബം സമാധാനമായിട്ടിരിക്കാനും അതല്ലേ നല്ലത്? നിൽക്കൂ, അത് പുരട്ടാൻ വരട്ടെ. അതിങ്ങ് തരൂ.
എന്താ ഗുരുജി? അതിങ്ങ് തരൂ. ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കണ്ട. എന്താ ഗുരുജി, എന്തു പറ്റി? ആരോ നമ്മളെ ചതിച്ചിരിക്കുന്നു. ശ്രദ്ധയില്ലാതെ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് രോഗിയിൽ വിപരീത ഫലമുണ്ടാക്കുമായിരുന്നു. ചിലപ്പോ മരണം വരെ സംഭവിക്കുമായിരുന്നു. മരുന്ന് കൂട്ടിവെച്ച ശേഷം ഈ അറയിൽ വന്നതായിരിക്കുക. ഇന്നലെ രാത്രി ഔഷധക്കൂട്ട് ആരാ തയ്യാറാക്കിയത്? ഞാൻ തന്നെയാ. എന്നെ സഹായിക്കാൻ ഹേമാംബരയും രംഗനാഥ സ്വാമികളും ഉണ്ടായിരുന്നു. ചതിയുടെ ഒരു പത്മവ്യൂഹം ചുറ്റിലും ഒരുങ്ങുന്നുണ്ട്. സൂക്ഷിക്കണം എപ്പോഴും. ഞാൻ പരിശോധിക്കാത്ത ഒരൗഷധവും ഇനി സമൃദ്ധിക്ക് നൽകരുത്. ശരി ഗുരുജി.